സ്തോത്രം. ഞാനീ പറയുന്നത് വേദപുസ്തകം ഗ്രഹിക്കുന്ന ആളുകൾ, വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ചിന്തയിൽ സൂക്ഷിക്കുന്നത് ഒരുപക്ഷെ വിശാലമായ ഒരു വലിയ തുടക്കത്തിന് ഒരു മാനം കുറിച്ചേക്കാം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾക്കകത്ത് എത്ര വിഷയങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. മനുഷ്യൻ അഭിമുഖീകരിക്കുന്നത്, മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടത്, മനുഷ്യനെ ബാധിക്കുന്നത്, അറിയാതെ പോയാൽ നഷ്ടം സംഭവിക്കുന്നത് എന്നിത്യാദി നിലവാരത്തിൽ ഭൂമിയിൽ ഒരു ജന്മം കിട്ടിയ മനുഷ്യൻ അറിയേണ്ട എത്ര വിഷയങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു വേദശാസ്ത്രിയും ഇതുവരെ തിട്ടപ്പെടുത്തിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കോവിഡ് കാലത്ത് സ്തോത്രം ഒരുപാട് സമയം, ആരംഭ സമയത്തൊക്കെ ലഭിച്ച സന്ദർഭത്തിലാണ് ഞാൻ എബ്രായ ലേഖനം കൂടുതലും ശ്രദ്ധിച്ചത്. എബ്രായ ലേഖനം മാത്രം ശ്രദ്ധിച്ചപ്പോൾ അതിപ്രധാനമായിരിക്കുന്ന ഒരാത്മീക സദസ്സിൽ ആവർത്തിച്ച് പറയാൻ കൊള്ളാവുന്ന, മാത്രമല്ല പൊതുലോകത്തിൽ മനുഷ്യൻ അറിയേണ്ട സ്തോത്രം ഏകദേശം 48ഓളത്തോളം പ്രമാദവും പ്രസിദ്ധവുമായിരിക്കുന്ന വിഷയങ്ങൾ എബ്രായ ലേഖനത്തിനകത്ത് തന്നെ ഉണ്ടെന്ന് ഞാൻ എൻ്റെ അന്വേഷണത്തിനും പഠനത്തിലും എൻ്റെ ഡയറി കുറിപ്പുകൾ എഴുതി വെച്ചു. 48ഓളത്തോളം സ്തോത്രം വിശാലമായ വിഷയങ്ങൾ, ആത്മീകത്തെ ബാധിക്കുന്നത്, മനുഷ്യനെ ബാധിക്കുന്നത്, ദൈവപ്രസാദത്തിന് ഉതകുന്നത്, നിത്യതയെ ബാധിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് അന്തർലീനമായിരിക്കുന്ന 48ഓളം വിഷയങ്ങൾ എബ്രായ ലേഖനത്തിൽ മാത്രമുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ വേദപുസ്തകത്തിൻ്റെ ഓരോ പുസ്തകങ്ങൾക്കകത്തും എത്രയോ വിഷയങ്ങളായിരിക്കാം, എത്രയോ കാര്യങ്ങളായിരിക്കാം. ആത്മീകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും മക്കളെ വളർത്തുന്നതിനെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കഷ്ടത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും മനുഷ്യൻ്റെ വിവിധ നിലവാരങ്ങളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ. സ്തോത്രം. ഒരു അവലോകനം നടത്തിയാൽ തന്നെ നമുക്ക് അനവധി വിഷയങ്ങളെ സ്തോത്രം മനസ്സിലാക്കാനും കണ്ടെത്താനുമൊക്കെ ഒരു അവലോകനത്തിൽ കൂടെ മാത്രം മനസ്സിലാകും. അപ്പം അതിനുവേണ്ടി ഒരു ആയുസ് മാറ്റിവെച്ച് പരിശോധിച്ചാൽ തന്നെ വേദപുസ്തകത്തിൽ ഒരുപാട് വിഷയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അത് നിങ്ങളുടെ ചിന്തയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. ഈ വാക്യം അഥവാ 25-ാം വാക്യം യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിക്കുന്നൊരു വാക്യമാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്നൊരു വാക്യമാണ്. യേശുക്രിസ്തു സ്തോത്രം ഒരു പ്രസംഗ വിഷയം എന്നതിനേക്കാളൊക്കെ അപ്പുറം പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ക്രിസ്തു ഒരു മർമ്മമാണ്. സ്തോത്രം. കൊലോസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന ദൈവമാണ്, ദൈവപുത്രനാണ് ക്രിസ്തുയേശു. സ്തോത്രം. 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ കർത്താവ് നമ്മളിൽ ഒരുവനെ പോലെ ആയിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് പഴയ നിയമകാലത്ത് അറുക്കപ്പെട്ട മതങ്ങളും അല്ലെങ്കിൽ സമൂഹങ്ങളും കൂടി കണ്ടെത്തിയ കർമ്മങ്ങൾക്കോ യാഗങ്ങൾക്കോ വഴിപാടുകൾക്കോ ഒന്നും മനുഷ്യന് സ്വസ്ഥത കൊടുക്കാൻ, മനസ്സാക്ഷിക്ക് സ്വൈര്യം കൊടുക്കാൻ, ആരാധനക്കാരന് സമാധാനം കൊടുക്കാൻ കഴിയാതെ പോയപ്പോൾ മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്നെ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി സ്തോത്രം നമ്മളിൽ ഒരുവനെ പോലെ ഇവിടെ ജീവിച്ച് പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട അനന്തരം സ്വർഗീയ കോടതിയുടെ നിയമനപ്രകാരം നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തു ഒരു ജീവചരിത്രം നമുക്ക് തന്നിട്ട് പോയവനല്ല. വേദപുസ്തക എഴുത്തുകാരിൽ ശക്തനായിരിക്കുന്ന പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ഒന്നോടെ ആവർത്തിക്കുന്നു, ക്രിസ്തു എന്ന മർമ്മം പ്രസ്താവിക്കാൻ സ്തോത്രം എനിക്ക് കൃപ ലഭിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെട്ടത്. അപ്പൊ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്, ഒരു വലിയ വിഷയമാണ്. ഒരായുസ് കൊണ്ട് പഠിച്ചാൽ തീരുന്നതല്ല. അത്രയ്ക്ക് ശക്തനായൊരു കർത്താവിനെ ആത്മരക്ഷകനായി ലഭിച്ചതോർത്ത് പറഞ്ഞാലും പാടിയാലും പ്രസംഗിച്ചാലും ഒന്നും തീരാത്ത ഇത്ര വിലയേറിയവനെ ഹല്ലേലൂയ ഈ ഹൈറേഞ്ചിലെ ഒരു കൊച്ചു മലമടക്കിൽ ചെറിയ വീട്ടിൽ ജനിച്ച നമുക്ക് രക്ഷകനായി കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രികാലം? എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഏറ്റവും ചെറിയൊരു വീട്ടിൽ ചാർച്ചക്കാരുടെ കുടുംബക്കാരുടെ ഇടയിൽ ഏറ്റവും തകർന്നൊരു സാഹചര്യത്തിൽ ഇരിക്കും ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ വരാൻ കാരണം എന്നെ പരിചയപ്പെടുത്ത കർത്തൃദാസൻ ആമുഖങ്ങളില്ലാതെ നിങ്ങൾ പലർക്കും പരിചയമുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ മുഴുവൻ കാരണം ഞാൻ പറയാം. ഞാൻ നേടിയതോ പഠിച്ചതല്ല, അഖിലാണ്ടത്തിന്റെ ഉടയവനായ മഹാദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശുവിനെ രക്ഷകനായി ലഭിച്ചതിന്റെ ഗുണമാണ് എനിക്കുള്ളൂ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, യേശു ക്രിസ്തുവിനെ, ലോകത്തിന് മർമ്മമായി കിട്ടിയ യേശുവിനെ എന്റെ രക്ഷകനായി കിട്ടിയത്, ദൂതന്മാരുടെ ആരാധ്യനെ എന്റെ രക്ഷകനായി ലഭിച്ചത്.
അതൊരനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ കർത്താവിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്തേരെ. ക്രിസ്തു സ്തോത്രം പറഞ്ഞാലും പഠിപ്പിച്ചാലും തീരാത്ത ഒരഗാധമായിരിക്കുന്ന മർമ്മമാണ്. അതിനകത്ത് യേശുവിനെ കേന്ദ്രീകരിക്കുന്ന ഒരു കൊച്ചു വാക്യമാണ് ഈ വായിച്ചത്. ഈ വാക്യത്തെ ഞാൻ വിഭജിക്കാൻ പോവുകയാണ് ഈ പ്രഥമ രാത്രി നിങ്ങളുള്ള സന്ദേശത്തിന് വേണ്ടി. എൻ്റെ യേശുവിനെ കേന്ദ്രീകരിച്ച 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 25-ാം വാക്യത്തിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 6 കാര്യങ്ങളല്ല ഇന്ന് രാത്രി എൻ്റെ മനസ്സിൽ ഈ വാക്യത്തിൻ്റെ സുവിശേഷ സന്ദേശമായി കിടക്കുന്നത്. സുവിശേഷ സന്ദേശമായി കിടക്കുന്നത് ആ വാക്യം തുടങ്ങുന്നത് ആകയാൽ എന്നൊരു വാക്കോട് കൂടിയാണ്, അല്ലേ? അതുകൊണ്ട് എന്നൊരു വാക്കോട് കൂടിയാണ്. അതുകൊണ്ട് എന്നൊരു വാക്ക് വന്നപ്പോൾ മലയാള ഭാഷ അല്ലെങ്കിൽ ഭാഷാപരിചയമുള്ള ആളുകൾക്കറിയാം എന്തോ ചില കാര്യങ്ങൾ പുറകിൽ നടന്നിട്ടുണ്ട്. ആ കാരണങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെ എൻ്റെ മനസ്സിലെ ചിന്ത കിടക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നതാൽ എന്തുകൊണ്ട് എന്നതാണ് ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ആത്മീക ചിന്ത. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് ഞാൻ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇരിക്കുന്ന ജനത്തെയും ഈ നാട്ടിൽ ചുറ്റുവട്ടത്തായിരിക്കുന്നവരെയും കണ്ടുകൊണ്ടാണ് ദൈവമായ കർത്താവ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞാൻ ഒരു പ്രഭാഷണത്തിന് വന്ന സ്ഥിതിക്ക് എൻ്റെ മനസ്സിനകത്തൊരു കരുതലുണ്ട്. അവിടെ വരെ എത്തുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് രാത്രി എന്തു പറഞ്ഞാലും അത് കർത്താവ് നമുക്ക് തരുന്ന സ്നേഹ സന്ദേശമാണെന്നുള്ള ചിന്തയോടെ നമ്മുടെ വിടുതലിന് വേണ്ടി ഏറ്റെടുക്കാൻ നമുക്ക് മനസ്സിൽ വയ്ക്കാം. 6 കാര്യങ്ങൾ യേശുവിനെ കേന്ദ്രീകരിച്ച് ഈ വാക്യത്തിനകത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. ആകാംക്ഷഭരിതരായി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തൽപരരാണ് എന്നത് സ്തോത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ടും എനിക്ക് എൻ്റെ പ്രഭാഷണ വേദികളിൽ എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുന്നിടത്തോളം സന്തോഷം മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ അങ്ങനെ തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ചുകൂടെ സന്തോഷത്തോടെ നല്ല മുഖത്തോടെ ഒരു സ്തോത്രത്തോടെ പറയാമോ? നമ്മുടെ ജപ്തി നോട്ടീസും കൊണ്ട് വന്നതല്ല, നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും സന്തോഷം. ഞാൻ ഓർത്ത് നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഓർത്ത് കോടതിയിൽ നിന്ന് ആമീം വന്നതുപോലെ ജപ്തി നോട്ടീസും കൊണ്ട് വന്ന ആളെ കാണുന്നത് പോലെയാണ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. കുറച്ചുകൂടെ സന്തോഷത്തോടെ നല്ല മനസ്സോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ എന്നെ ഒറ്റയ്ക്ക് നിർത്തരുത്, നിങ്ങളുടെയും കൂടി രക്ഷകരാണ്. ആ കർത്താവിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പറയാനൊരവസരം കിട്ടിയാൽ അതിനകത്തൊരു അഭിമാനം ഉണ്ടായിരിക്കണം. പറയുന്നത് സത്യമാണെന്ന് തോന്നിയാൽ ആവേശത്തോടെ കർത്താവിനെ സ്തുതിച്ചേക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം സ്തോത്രം. ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് താൻ മുഖാന്തരം. സ്തോത്രം. എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ അതിനെ സബ് ടൈറ്റിലുകളായിട്ട് പറയാം. 1-ാമത്തെ വാചകം എഴുതുന്നവർക്ക് വേണ്ടി പറയാം, മുഖാന്തരമാകുന്ന ക്രിസ്തു. സ്തോത്രം. ഈ വാക്യത്തിൽ യേശുവിനെ പ്രസംഗിക്കാൻ ഒരു രാത്രി എനിക്കത് ധാരാളം മതിയാകും. വിനീത മനസ്സോടെയാണ് ഞാനത് പറയുന്നത്. കാരണം എനിക്കും നിങ്ങൾക്കും അറിയാം യേശു ക്രിസ്തു ഒരു മുഖാന്തരമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു പക്ഷെ പിടികിട്ടിയേക്കാം. ഞാൻ ഈ പുറത്തൊക്കെ ഒത്തിരി ആൾക്കാർ നിൽക്കുന്നത് സ്തോത്രം ഇങ്ങോട്ട് കയറിപ്പോരുന്നതിനൊക്കെ മുമ്പ് ഇരുട്ടിലാണെങ്കിലും ശ്രദ്ധിക്കുന്നതൊക്കെ മനസ്സിലാക്കുന്നു. അവരവിടെ തന്നെ ഉണ്ടാകുന്നുള്ള വിചാരത്തോടെ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ട് ഈ സന്ദേശത്തെ കുറച്ചുകൂടെ വൈഡാക്കുകയാണ്. സ്തോത്രം. കേൾക്കണേ, യേശുക്രിസ്തു ഒരു മുഖാന്തരമാണ്. മുഖാന്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ലോകത്തിലെ സകല കാര്യത്തിനും ഒരു മുഖാന്തരമുണ്ട്. ഇന്നിപ്പോൾ രാത്രി ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നു. സ്തോത്രം. അതിനൊരു മുഖാന്തരമുണ്ട്. ഞാനൊരു പ്രഭാഷകനായ എൻ്റെ നാട്ടിൽ തിരുവല്ലായിൽ ഒതുങ്ങിയിരുന്നാൽ ഒരു പക്ഷേ സ്തോത്ര അവസരം കിട്ടിയെന്നിരിക്കുകയല്ല. ഇതിനൊക്കെ ഒരു മുഖാന്തരമുണ്ട്. ഈ സ്റ്റേജിലിരിക്കുന്ന കർത്തൃദാസന്മാരും ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കളും നിങ്ങളിന്നായിരിക്കുന്ന നിലവാരത്തിലെത്താൻ, ഒരു ദൈവദാസനാകാൻ, ഇന്നൊരു പക്ഷേ സ്തോത്രം നമ്മളായിരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്താൻ നമ്മുടെ കഴിവും പരിശ്രമമൊക്കെ ഉള്ളത് സത്യമാണെങ്കിൽ തന്നെ സ്തോത്രം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതിൻ്റെ പുറകിൽ ആരെങ്കിലുമൊക്കെ മുഖാന്തരമായിട്ടുണ്ടാവും. ഈ കാണുന്ന സകലത്തിനും സ്തോത്രം ഒരു മുഖാന്തരമുണ്ട്. ചുമ്മാ ഉണ്ടായതല്ല. സ്തോത്രം. ആരൊക്കെയോ പറയുന്നത് പോലെ ഒരു പൊട്ടിത്തെറി കൊണ്ടോ സ്തോത്ര ഹല്ലേലൂയ ഒരു പ്രക്ഷോഭണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആഘാതം കൊണ്ടോ ഇമ്പാക്റ്റ് കൊണ്ടോ അങ്ങനെ സ്തോത്രം ഒരു കലാമറ്റി കൊണ്ടോ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടോ അങ്ങനെ ഒന്നുമല്ല. മറിച്ച് തിരുവെടുത്ത് പറയുന്നു എല്ലാറ്റിനും ഒരു മുഖാന്തരമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയാം, സ്തോത്രം, നമ്മളിൽ പലരും രക്ഷപ്പെട്ടത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരാൾ ഒരു പക്ഷേ ഇന്ന് രാത്രിക്കാലം വിദേശ രാജ്യത്താണെങ്കിൽ അതിനൊക്കെ ഒരു മുഖാന്തരം കാണും. ഒരു ദിവസം സ്തോത്രം പഠിപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ രാവിലെ അറബി വന്ന് വണ്ടി കൊണ്ടുപോയതാണോ മോനെ? അല്ലല്ലോ.
സ്തോത്രം, ഹല്ലേലൂയ. പിന്നെയോ ആരെങ്കിലും ഒരാൾ മുഖാന്തരമായി കാണും. എത്രയോ സാക്ഷ്യങ്ങൾ പറയാനുണ്ടായേക്കാം. ഒരുപക്ഷെ സ്തോത്രം നമുക്ക് മുമ്പ് അവിടെ ചെന്ന ഒരാൾ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു കാണും, നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ട് പറയുക, സ്തോത്രം, പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസവും കൂലിവേലൊക്കെ നിമിത്തം പഠിത്തം കഴിഞ്ഞിരിക്കുമ്പോൾ അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു കാണും, മോനെ ഇന്നടത്ത് ഇന്നാര് വലിയ കഷ്ടപ്പാടുള്ള വീട്ടിലാണ്, ആ കൊച്ചൻ പഠിച്ചിട്ടിരിക്കുക, നിനക്കും എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്യട മോനെ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരുപക്ഷെ ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പി കൊണ്ട് പോയതായിരിക്കാം. സ്തോത്രം, ഓൺലൈനിൽ തന്നെ പലരും കേൾക്കുന്നുണ്ടല്ലോ, ലോകത്തിൻ്റെ നാനാ രാജ്യത്തിരുന്നു കൊണ്ട്, നിങ്ങളിരിക്കുന്ന രാജ്യത്ത് നിങ്ങളിരിക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, തന്നെ ഇവിടെ എത്തിയതല്ല, ചില മുഖാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഈ പ്രഥമ രാത്രിയിലെ ആദ്യത്തെ വാക്ക് ഞാൻ പറയാം. ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, സ്തോത്രം, ഞങ്ങൾക്ക് ചിലർക്ക് പ്രസംഗിക്കാനും പാടാനും ഒരു വിഷയം മാത്രമല്ല, ഈ രാത്രി ചതഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ രക്ഷയ്ക്കും ഉയർച്ചയ്ക്കും മുഖാന്തരമാകാൻ പരസ്യമായി ഒരു മതമോ ജാതിയോ ഇല്ലാതെ ക്രിസ്തു ഒരു പൊതുസ്വത്താണ്. ഇന്ന് രാത്രികാലം ഇന്നാരുടെ ദൈവമെന്നല്ല, ഇന്നാർക്ക് വേണ്ടിയേ പ്രവർത്തിക്കുള്ളൂ എന്നല്ല. എത്ര പേര് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? അവരോട് ഞാൻ ആത്മാവിൽ പറയാം, നിനക്ക് ഒറ്റയ്ക്ക് പിടിച്ചു കയറാൻ പറ്റാത്തടത്ത് യേശു മുഖാന്തരമായി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി 10,000 സാക്ഷികൾ ഈ രാത്രികാലം ഈ ഓൺലൈനിൽ കൂടെയോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരിൽ പലരും കരമുയർത്തിയോ കൈയടിച്ചോ സാക്ഷ്യം പറയും, ഞങ്ങൾ ഇതുവരെ എത്തിയത് പലരും തള്ളിക്കളഞ്ഞപ്പോൾ, പല വഴികളും അടഞ്ഞപ്പോൾ, ശാപം കയറി മുടിഞ്ഞപ്പോൾ, പാപം കയറി ഒതുക്കിയപ്പോൾ, പലരും ഞങ്ങൾ ഉയരാതിരിക്കാൻ പല ക്രിയകളും ചെയ്തപ്പോൾ, ഞങ്ങൾക്കൊരു മുഖാന്തരമായത് ലോകത്തിൽ മറ്റാരുമല്ല, യേശുവാണ്. യേശുവാണ്. ഇന്ന് രാത്രിക്കാലം സന്തോഷത്തോടെ മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സ്തോത്രത്തോടെ സ്തുതിയോടെ പറയണം, കർത്താവേ, എനിക്കിവിടെ വരെ എത്താൻ ആത്മഹത്യയല്ലാതെ വേറൊരു വഴിയില്ലെന്ന് വിചാരിച്ച നാളുകൾ ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഒരിക്കലും ഉയരത്തില്ലെന്ന് വിചാരിച്ച ദിവസങ്ങൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെ മാനസിക സമ്മർദ്ദം തന്നപ്പോൾ, ജനിച്ച കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ എഴുന്നേറ്റപ്പോൾ, ഹല്ലേലൂയ, പ്രതിയോഗിയെ പോലെ പണ്ട് ഹന്ന നേരിട്ടതുപോലെ കൊച്ചു കാര്യങ്ങൾക്കെതിരെ വലിയ വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ, ഇന്ന് രാത്രികാലം അതിൻ്റെ നടുവിൽ ആരും സഹായിക്കാൻ ഇല്ലാതിരുന്നപ്പോൾ, ഇന്നിരിക്കുന്നത് പോലെ എത്താൻ എനിക്കൊരു മുഖാന്തരമായത് ഞങ്ങൾ ആരാധിക്കുന്ന യേശുവാണെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് പറയുക, കുമളിയിൽ ഈ വർഷത്തെ കൺവെൻഷൻ കൊണ്ട് ഒരു 100 പേർക്കെങ്കിലും എൻ്റെ യേശു ഒരു മുഖാന്തരമാകട്ടെ. വിശ്വാസത്തോടെ ഒരു യോഗത്തിൽ വന്ന് പങ്കെടുത്തിട്ട് നിർവിചാരിയായി ഇരുന്നിട്ട് പോകാതെ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കർത്താവേ, മാറാത്ത രോഗമുള്ളവരുണ്ട്, ആര് പറഞ്ഞാലും ഒതുങ്ങാത്തവരുണ്ട്, പലരും ശ്രമിച്ചിട്ടും രക്ഷപ്പെടാത്തവരുണ്ട്, കണ്ണുനീരിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നവരുണ്ട്, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്, ആഭിചാരം കൊണ്ടും ക്ഷുദ്രം കൊണ്ടും ആരൊക്കെയോ ബന്ധിച്ചു കളഞ്ഞവരുണ്ട്. അവരുടെയൊക്കെ നടുവിൽ ഏത് വൻകോട്ടയ്ക്കകത്തും സിംഹക്കുഴി, അഗ്നികുണ്ഡത്തിലും ചെങ്കടലിലും കാരാഗ്രഹത്തിലും കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിലും മുഖാന്തരമാകാൻ ഇറങ്ങി വന്ന ദൈവത്തെ ഇന്ന് രാത്രി നാം ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ, ആവശ്യക്കാരന് വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ചെയ്യും. നിശ്ചയമായും ഞാൻ ആത്മാവിൽ പറയാം, ബ്രദറെ, നീ ആശങ്കപ്പെടണ്ട. നിന്റെ മുമ്പിൽ ഇനി ഒരു വഴിയുമില്ലാതിരിക്കുമ്പോൾ, നിന്റെ മുമ്പിൽ ഇനി ആരും സഹായത്തിനില്ലാതിരിക്കുമ്പോൾ, ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. ഞങ്ങൾ കർത്തൃദാസന്മാർ ആദ്യം മുതൽ ഓർപ്പിച്ചത് ഒരു വാക്ക് മതി, ഒരു വചനം മതി നിന്റെ ജീവിതം മാറി വരാൻ. അതുകൊണ്ട് സ്വർഗം പറയുന്നു, നീ തീരാൻ ആഗ്രഹിക്കരുത്, മരിക്കാൻ വെമ്പൽ കൊള്ളരുത്, ജീവിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പറ, എനിക്ക് ആരും ഒരു മുഖാന്തരമില്ല, എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ലോൺ പോലും കിട്ടത്തില്ല. അങ്ങനെ ഒരു ഭാരമുണ്ടെങ്കിൽ ഞാൻ ആളുകളെ ലക്ഷ്യം വെച്ച് പറയുന്നു, നിന്റെ വിഷയത്തിന് യേശു ഒരു മുഖാന്തരമായാൽ അതിന് അതിരുണ്ടാകില്ല. കർത്താവിൻ്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, സ്വർഗം നിനക്കൊരു മുഖാന്തരമാകാൻ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു.
കൃപ. ഹല്ലേലൂയ. രക്തത്താലെ ജയം, രക്തത്താലെ ജയം. ഒരു 3-4 മിനിറ്റെങ്കിലും ദൈവസന്നിധിയിൽ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ, ആത്മശക്തിയോടെ സ്തുതിച്ചാട്ടെ, ദൈവാദി ദൈവത്തിന് നന്ദി കരേറ്റിയാട്ടെ. കർത്താവേ, നീ മുഖാന്തരമായില്ലായിരുന്നെങ്കിൽ അന്ന് സ്തോത്ര ജീവിതത്തിന് ഏറ്റവും വലിയ പ്രതികൂലം വന്നപ്പോൾ, ഹല്ലേലൂയ, ചിലർ നമ്മളെ തള്ളിക്കളഞ്ഞപ്പോൾ, വിശ്വസിച്ചവർ നമ്മളെ പറ്റിച്ചപ്പോൾ, ചതിച്ചപ്പോൾ, ഇട്ടിട്ട് പോയപ്പോൾ, മതി എന്ന് പറഞ്ഞപ്പോൾ, അന്ന് മുഖാന്തരമാകാൻ ക്രിസ്തു നിന്റെ അടുക്കൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ യോഗത്തിന് നീ വരില്ലായിരുന്നു. ഞങ്ങൾ ഇന്ന് രാത്രികാലം ഇതിനകത്തിരുന്നു കൊണ്ട് സ്തോത്രം ചെയ്തും സ്തുതിച്ചുകൊണ്ടും കുമളി ദേശത്തോട് പറയുന്നു, ആരുമില്ലാത്തവർക്ക് മുഖാന്തരമാകാൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിനെ ഇന്ന് രാത്രി ഒരു മതത്തിന്റെ ആളായി കാണാതെ, ഒരു സമുദായത്തിന്റെ തലവനായി കാണാതെ, യേശു മനുഷ്യർക്ക് മുഖാന്തരമാകുന്നവനാണെന്ന് ഉള്ളു തുറന്ന് വിശ്വസിച്ചാൽ ഫെബ്രുവരി 14 തീയതി മുതൽ യേശു നിനക്ക് ഉത്തരവാദിയാകും. അവനൊരു മുഖാന്തരമാകും. വേദപുസ്തക ചരിത്രത്തിൽ നിന്ന് ബാക്കി പറയാനുള്ള 5 കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ആവേശം കൊണ്ട് മാറ്റിവെച്ചിട്ട് ഞാൻ ഇന്ന് രാത്രികാലം മുഖാന്തരമാകുന്ന ക്രിസ്തുവിനെ മാത്രം 4 തെളിവിന് വാക്യം കൂടി എടുത്ത് പ്രസംഗിച്ചാൽ ഇന്ന് രാത്രി എനിക്ക് അനുവദിച്ച സമയം തീരുമെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു ആവേശം കൊള്ളിച്ചൊരു ഭാഗം മാത്രം പറഞ്ഞ് നിർത്തുന്നത് ഒരു സുവിശേഷ യോഗത്തിൽ യുക്തിയല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം നിങ്ങളുടെ മനസ്സിൽ തറഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അടുത്ത ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിലും ഞാൻ ഒന്നോടെ സ്തോത്രം എല്ലാവരും കൈയടിച്ചു. ഞാനും നിങ്ങളുടെ കരഘോഷത്തിനിടയിൽ എൻ്റെ കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആവേശത്തോടെ പറഞ്ഞു സ്തോത്രം. എങ്കിലും സാധാരണക്കാരനായിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് മനസ്സിലാകാതെ പോയാൽ അവർക്ക് വേണ്ടി ശാന്തമായിട്ട് ഒരു വാക്കോടെ പറഞ്ഞോട്ടെ. എല്ലാ വഴി അടയുമ്പോഴും കർത്താവ് ഒരു മുഖാന്തരമാണ്. സ്തോത്രം. ഒരു മുഖാന്തരം ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളെ എല്ലാവരും മറന്നാലും കർത്താവ് നിങ്ങൾക്കൊരു മുഖാന്തരമായാൽ, അടുത്ത കൊല്ലം ഈ സമയം ഞങ്ങളുടെ കർത്താവ് വരാൻ താമസിച്ചാൽ നിങ്ങൾ ഈ കുമളിയിലും പരിസരത്തുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒറ്റ വാക്ക് നിങ്ങൾക്ക് ഫലിച്ചാൽ നിങ്ങളുടെ മുഖത്തിൻ്റെ വാട്ടം മാറും, നിങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖം മാറും. അതുകൊണ്ട് എനിക്കിന്ന് രാത്രി വേറൊന്നും പറയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാം കഷ്ടത്തിലായാലും യേശു മുഖാന്തരമായാൽ നമുക്കൊരു വിജയ താരമാകാം. സ്തോത്രം. ബൈബിളിൽ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? എത്രയോ പേരെ. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലാസർ, മാർത്തയുടെയും മറിയയുടെയും സഹോദരൻ ലാസർ ഈ യോഗത്തിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സ്തോത്രം ഈ സ്റ്റേജിൽ കയറി എൻ്റെ ഒന്ന് മൈക്ക് മേടിച്ച് പറഞ്ഞേനെ, ഞാൻ ഈ യോഗത്തിൽ വരാൻ കാരണം കല്ലറയിൽ അടയ്ക്കപ്പെട്ട് എൻ്റെ ആന്തരിക അവയവങ്ങൾ പോലും പഴുത്ത് 4 ദിവസമായി എൻ്റെ പെങ്ങള് മൂക്ക് പൊത്തി നാറ്റം വെച്ചെന്ന് പറഞ്ഞവനാ. ഞാൻ വീണ്ടും ഈ പന്തിയിലിരിക്കാൻ കാരണം യേശു മുഖാന്തരമായതാണ്. വൈദ്യശാസ്ത്രം തോക്കുന്നിടത്ത്, മരുന്നില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നിടത്ത്, ഇനി മനുഷ്യർക്കൊന്നും ചെയ്യാനില്ലാത്തിടത്ത്, കൂട്ടക്കരച്ചിലും നിലവിളിയും മാത്രം ബാക്കിയാകുന്നിടത്ത് ഒരു സാധ്യത ബാക്കിയുണ്ട്: യേശു എന്ന മുഖാന്തരം. ഒരുപക്ഷെ ഇന്ന് രാത്രി അത്രയും വലിയൊരു ഫീലിങ്ങിലൊന്നും ആയിരിക്കില്ല നിങ്ങൾ ചിലർ. പക്ഷേ സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ പറയുക, നാളുകളിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സ്തോത്രം 14-ാം തീയതി രാത്രി ദൂരത്തുനിന്ന് വന്ന് ഇവിടെ വചനം പ്രസംഗിക്കാൻ ഒരവസരം തന്നതുകൊണ്ട് ഞാൻ എൻ്റെ പേര് മറന്നാലും എൻ്റെ മുഖം മറന്നാലും ഈ വാക്ക് നിങ്ങൾ മറക്കരുത്. പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ, എല്ലാവരും കൂടി നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ, ഒറ്റപ്പെടുത്തിയാൽ, നിങ്ങളുടെ നിൽക്കുന്നിടത്ത് മണ്ണ് കുഴിഞ്ഞ് താഴേക്ക് പോകുന്നെന്ന് തോന്നിയാൽ, നിങ്ങൾ അകപ്പെട്ടു എന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് അബദ്ധം പറ്റി രക്ഷപ്പെടാൻ ഇനി യാതൊരു പഴുതുമില്ലെന്ന് തോന്നിയാൽ, ആ സമയത്തെ ഏറ്റവും വലിയ പിടിവള്ളിയാണ് യേശുക്രിസ്തു. കർത്താവിനോട് പറയണം, നാഥ, ഇവിടെ രക്ഷിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. എൻ്റെ ഭാഗത്ത് കുറവുകളുണ്ട്, എൻ്റെ ഭാഗത്ത് പോരായ്മകളുണ്ട്, പക്ഷെ ഇവിടെ അതൊന്നും കണക്കിടരുത്. എനിക്കൊരു മുഖാന്തരമാകാമോ എന്ന് ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് ദൈവത്തോട് ചോദിച്ചാൽ എൻ്റെ കർത്താവ് എനിക്ക് ഗ്യാരണ്ടി തരുന്നു, ഞാൻ അവരെ തോളെ ചുമന്ന് രക്ഷിച്ചോളാന്ന്.
സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർ, ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയല്ല, കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ വാക്കൊന്ന് പതുക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഉറപ്പിച്ചതിന് ശേഷം സ്തോത്രകാഴ്ചയും കൂടി എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധി ഞാൻ ഈ വാക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേർ ദൈവസന്നിധാനത്തിൽ എന്നെ വളരെ ശ്രദ്ധിച്ച് ഞാൻ ഈ പറഞ്ഞ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. യേശുക്രിസ്തു ഒരു മുഖാന്തരമാണെന്ന്. സ്തോത്രം. യായിറോസിൻ്റെ മകള്, സ്തോത്രം, 12-ാമത്തെ വയസ്സിൽ അവിചാരിതമായി അപ്രതീക്ഷിതമായി ജീവിതം 12-ാം വയസ്സിൽ തീർന്നതാണ്. മാരകമായ രോഗം, മരിക്കത്തക്ക ദീനം. അത് നിമിത്തം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ആ കുഞ്ഞിൻ്റെ അപ്പൻ യേശുവിനെ തേടിപ്പോയതാണ്. കർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും, സ്തോത്രം, ആള് അക്കരെ നാട്ടിലെത്തി, അഥവാ കുഞ്ഞ് മരിച്ചുപോയി. സ്തോത്രം. ആ കുഞ്ഞിന്ന് ഈ സമയത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വിചാരിക്കുന്നു, ഞാനങ്ങനെ വേദപുസ്തകം വായിക്കുമ്പോൾ പിക്ചറൈസ് ചെയ്യുന്ന ഒരാളാണ്. സ്തോത്ര, സംഭവങ്ങൾ, ആ സ്തോത്രം, അനന്തര കാര്യങ്ങൾ കാണും. ഞാൻ വിചാരിക്കുന്നു ആ കുഞ്ഞ് വളർന്ന് 12 വയസ്സുകാരി മരിച്ചു, വീണ്ടും മരണത്തിൽ നിന്ന് മടങ്ങി വന്നവൾ കുറേ കഴിഞ്ഞപ്പോൾ അവൾ വിവാഹിതയായി കാണും, അവൾക്കൊരു ഭർത്താവ് ഉണ്ടായി കാണും, 2-4 കുഞ്ഞുങ്ങളുണ്ടായി കാണും, ഒരു കുടുംബിനിയായി കാണും. ആ സമയത്തൊക്കെ അവൾക്ക് ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാനുണ്ടാകും, യേശു മുഖാന്തരമാണ് ഞാനൊരമ്മയായത്, യേശു മുഖാന്തരമാണ് ഇവിടെ ഭർത്താവിനോട് ഞാനൊരു ഭാര്യയായത്, യേശു മുഖാന്തരമാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇന്ന് രാത്രികാലം, സ്തോത്ര, ലോക ചരിത്രത്തിൽ 10,000-കണക്കിന് ആളുകൾക്ക് പറയാനുണ്ട്. ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ യേശു മുഖാന്തരമാണ് ഞങ്ങളിൽ പലരും ഇത്രത്തോളം വന്നത്. ആ ചങ്ങല കണ്ണിയിൽ ഒരു 4 കണ്ണി കൂടെ ഇന്ന് രാത്രിയിലെ സുവിശേഷ സന്ദേശം നിമിത്തം കുമിളിയിൽ നിന്ന് ചേർത്ത് യോജിപ്പിക്കാൻ പറ്റിയാൽ അതെത്ര ശ്രേഷ്ഠമായിരിക്കും. സ്തോത്രം. ഈ രാത്രി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും അമിതമായ ഭാരത്താൽ, ആരും സഹായത്തിനില്ലാതെ, ഒരു മുഖാന്തരം ഇല്ലാതെ, ഒരു വഴിയില്ലാതെ, പണം പലിശക്കെടുത്തും കടമെടുത്തിട്ടും അതും സ്തോത്രം പലിശയുടെ മേൽ പലിശയായി ജപ്തിയായി കഷ്ടത്തിലായിരിക്കുന്നെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, ഇതിനെല്ലാം യേശു ഒരു മുഖാന്തരമാണ്. ആ കർത്താവിന് ഇന്ന് രാത്രികാലം എത്ര ദൈവമക്കളുടെ മനസ്സിനകത്ത് ഇന്ന് രാത്രി ഇത്രയും ഒന്നും ആയില്ല, നമ്മളൊരു ആമുഖത്തിലെത്തിയുള്ളൂ. ഇനി 5 കാര്യം കൂടി ഇതിനേക്കാൾ ഗംഭീരമാണ് ബാക്കി കിടക്കുന്നത്. ആ കാര്യങ്ങൾ കൂടി പറയുമ്പോഴേക്കും ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് നിങ്ങളൊരു പുതിയ ആളായിട്ട് തിരിച്ചു പോകും. ഞാൻ അതിനേക്കാൾ മുമ്പ് ചോദിക്കട്ടെ, എത്ര പേർക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ചില കാര്യത്തിന് ക്രിസ്തു ഒരു മുഖാന്തരമാകണം. നാളെ, സ്തോത്രം, ഒരു 5 മാസം കഴിയുമ്പോൾ ആളുകൾ ചോദിക്കണം, നീ എങ്ങനെ രക്ഷപ്പെട്ടു, നിനക്കെങ്ങനെ ഈ കാര്യം നടന്നു, നിന്റെ കുഞ്ഞെങ്ങനെ ഈ സ്ഥലത്തെത്തി, നിങ്ങൾ ഇത്രയും സന്തോഷിച്ചു, നിന്റെ കാര്യം എങ്ങനെ നടന്നു എന്ന് പറയുമ്പോൾ, സ്തോത്രം, ഒരു 10 പേരോടെങ്കിലും യേശു മുഖാന്തരമാണെന്ന് പറയാൻ എനിക്കാഗ്രഹമുണ്ടെന്ന് പറയുന്നവർ, ചില വിഷയങ്ങൾ ഉള്ളിലുള്ളവർ കൈയൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമെങ്കിൽ, സ്തോത്ര കാഴ്ചയ്ക്ക് മുമ്പ് കർത്താവ് ആ കരം കാണട്ടെ, കർത്താവ് ആ കരം കാണട്ടെ. ഈ കൈ ഉയർത്തിപ്പിടിക്കുന്നവർ ഏത് വിഷയത്തിലാണോ, നിങ്ങൾ ദൈവത്തോട് പറ, കർത്താവേ അങ്ങൊരു മുഖാന്തരമാകണമെന്ന്. ആ കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ ദൈവത്തോട് പറ, സ്വർഗം അത് ചെയ്യും. കർത്താവേ അങ്ങത് കാണുന്നല്ലോ, അങ്ങ് മുഖാന്തരമാകണമെന്ന് കുമിളിയിൽ 100 കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ സാധ്യത തീർന്നിട്ടില്ല. കരമുയർത്തിയവർക്കായി സ്തോത്രം. ദൈവം അവർക്ക് മുഖാന്തരമാകട്ടെ. 2-3 മാസം കഴിയുമ്പോൾ അവർക്ക് പറയാനൊരു സാക്ഷ്യമുണ്ടാകട്ടെ, യേശു മുഖാന്തരം ഞങ്ങൾക്കിത് സാധിച്ചു എന്ന്. കരമുയർത്തി ഒന്നോടെ സ്തോത്രം പറഞ്ഞാട്ടെ, ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ.